Hallelujah, സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സർവ്വലോകാവേ, നല്ല മനോഹരമായ സന്ധ്യാസമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ആഴ്ചയോടെ ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് സൂമിക്കുള്ള കടന്നൊരുപാട് കൃപ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായ ദൈവത്തെ സ്തുതിക്കുന്നതാവേ. കഴിഞ്ഞ കാലമൊക്കെ എൻ്റെ പിതാവ് ഏഴായിരുന്ന സ്ഥാനങ്ങളിൽ പിതാവ് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വസ്തനുമായി കൂടുതൽ ഞങ്ങളുടെ ആവശ്യമോട് സഹായിച്ച നല്ല ദൈവത്തിനായി സ്തോത്രം. ആ നല്ല പച്ചപാവത്തിലേക്ക് ഒരു ആവശ്യം കൂടെ ഞങ്ങൾ ഈ മീറ്റിങ്ങിനായിട്ട് കടന്നു വരുന്ന താവേ. ഹല്ലേലൂയ. വാസ്തവമായി മീറ്റിങ്ങിന്റെ ആരും പോലെ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം നടത്തപ്പെടുവാന് ദൈവം കൃപ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഞങ്ങളുടെ പാട്ടയ പ്രാർത്ഥന, ഞങ്ങളുടെ മെസ്സേജ് ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥാവേ. ഞങ്ങൾ കടന്നു വന്നുകൊണ്ട് താവേ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകാന് ദൈവം കൃപ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ദൈവമേ, വിശേഷ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ താവേ കുറിച്ചുള്ള ദൈവമേ താവേ നാക്കോകൊണ്ട് ബന്ധിച്ച് കടന്നു പോയിരിക്കും താവേ. അവർ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകളൊക്കെയും ദൈവം അനുഗ്രഹമാക്കി തീർക്കണമേ. അത് നാക്കോക്കിന് അനുഗ്രഹമായി തീരുവാന് ദൈവകൃപ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അങ്ങനെ എല്ലാ വിധത്തിലും നന്നായിട്ട് നടക്കുന്ന മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കായി സ്തോത്രം, നടത്തുവായി സ്തോത്രം. എല്ലാം യേശുവിന്റെ അധികാരം നാമത്തിൽ തന്നെ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പൊ ഒരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉലക
സമയം വചന സൂക്ഷിക്കായിട്ടുള്ള സമയമാണ്. അതിനായ രൂപേണ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ ദൈവദാസനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. സ്തോത്രം. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രികാലം കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ അങ്ങ് തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള സമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ, ഹല്ലേലൂയ, ദൈവിക വിടുതൽ ഞങ്ങളെല്ലാവരും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. കർത്താവെ, വചനം ഞങ്ങൾക്കായി ക്രിയ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യത്തിനും കൃപയ്ക്കുമായി അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, എല്ലാ മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സ്തോത്രം. ഞാനിന്ന് ഹല്ലേലൂയ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദ ഗോഡ് ഹു നോസ് എവറി ഹാർട്ട്. നമ്മുടെ സകല ഹൃദയങ്ങളെയും നമ്മെയും വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തെ സ്തോത്രം കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ദൈവം ഒമിനി പ്രസൻറ്റ് ഗോഡാണ്, ഒമിനി പൊട്ടൻറ്റ്, ഒമിനീഷ്യൻ ഗോഡ്, അല്ലെങ്കിൽ സർവശക്തൻ, സർവവ്യാപിയായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും സ്തോത്രം, നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്കിവിടെ ഒരു കാര്യം മാത്രം ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ഒരേ സമയത്ത് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഒത്തിരി മാതാക്കളൊക്കെ ഉണ്ട്. അവർ ഒത്തിരി ദൈവത്തെ
രുചിച്ചറിഞ്ഞവരാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും സ്തോത്രം നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമാണ്. അതുപോലെ ചില അവസരങ്ങളിൽ സ്തോത്രം നമ്മുടെ ഹൃദയം തകരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയം വന്ന് പ്രയാസപ്പെടുമ്പോൾ, അല്ല നമ്മുടെ ദുഃഖത്തിൽ അല്ല നമ്മെ അറിയുന്ന ഒരു കർത്താവാണ്. ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 4:13 നമുക്ക് ദൈവത്തെക്കുറിച്ച് കാണുവാനും കഴിയുന്നു. സ്തോത്രം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നത്തിങ് ഇൻ ഓൾ ക്രിയേഷൻ ഈസ് ഹിഡൻ ഫ്രം ഗോഡ്സ് സൈറ്റ്. ഗോഡ് സീസ് ആൻഡ് നോസ് എവറിത്തിങ് അബൌട്ട് അസ്. നത്തിങ് ഇൻ ക്രിയേഷൻ ഈസ് ഹിഡൻ ഫ്രം ഹിം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഈ ലോകത്തിൽ നാം നോക്കിയാൽ 195 കൺട്രീസ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. അവരെല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. അതുപോലെ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, അതുപോലെ സമുദ്രത്തിൽ മത്സ്യങ്ങളുണ്ട്. ഇതിനെല്ലാം ദൈവം കാണുന്നു. അതാ പറഞ്ഞാൽ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പിന്നെ നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, വൈറസ്, ബാക്ടീരിയ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം. നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ദൈവത്തിന് അറിയാം. നമുക്കതിന് ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഈ വാക്യത്തിൽ പറയുന്നത് നത്തിങ് ഇൻ ഓൾ ക്രിയേഷൻ ഈസ് ഹിഡൻ ഫ്രം ഗോഡ്സ് സൈറ്റ്. അതുപോലെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ 1 സാമുവൽ chapter 16 verse 7 ഇങ്ങനെ കാണാൻ കഴിയുന്നു. പീപ്പിൾ ലുക്ക് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ബട്ട് ദ ലോർഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. വൈൽ പീപ്പിൾ ജഡ്ജ് ബൈ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഗോഡ് ലുക്സ് ഡീപ്ലി ഇൻ ടു ദ ഹ്യൂമൻസ് ഹാർട്ട്. മനുഷ്യൻ്റെ ഹൃദയം. ഇതിൻ്റെ ആ സംഭവം നമുക്കറിയാം. ശൗലിൻ്റെ ശേഷം ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയം ശമൂവേലിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന ആ വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതുപോലെ കുറച്ചുകൂടെ അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശലോമോന്റെ പ്രാർത്ഥനയിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. 1 Kings chapter 8 verse 39 ഇങ്ങനെ കാണുന്നു. സിൻസ് യു നോ their hearts, for you alone know every human heart. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയങ്ങളെ അറിയുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഹൃദയം നന്നായി അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹി അലോൺ അണ്ടർസ്റ്റാൻഡ് അവർ തോട്ട്സ്, ഇന്റൻഷൻസ് ആൻഡ് ഇന്നർ മോട്ടീവ്സ്, ആൻഡ് ഹി സെർച്ചസ് ബോത്ത് ദ ഹാർട്ട് ആൻഡ് ദ മൈൻഡ് ഓഫ് എവറി പേഴ്സൺ റിഗാർഡ്ലെസ് ഓഫ് ഏജ്. ഏത് പ്രായത്തിലുള്ള അയാളും ഹൃദയത്തിൻ്റെ അവസ്ഥകൾ. ഇപ്പം ഇപ്പം കൊച്ചു പിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അതിൻ്റേതായ ടെൻഷനോ അല്ലെങ്കിൽ നാളത്തെക്കുറിച്ചുള്ള പേടിയുണ്ടാവും. പ്രായമുള്ളവർക്ക് അവരുടെ ശാരീരിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുണ്ടാവും. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ കാണും. പക്ഷേ ഇതിലെ എല്ലാ കാര്യങ്ങളും ദൈവം നന്നായിട്ട് അറിയുന്നു. Revelation chapter 2 verse 23 ഇങ്ങനെ കാണുന്നു. Then all the churches will know that I am he who searches hearts and mind. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെ ആരായുന്നു സകല സഭകളും അറിയുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഗോഡ്സ് നോളജ് ഈസ് പെർഫെക്റ്റ്. ഹി സീസ് ബിയോണ്ട് വാട്ട് ഹ്യൂമൻ സീസ് ആൻഡ് നോസ് ദ ട്രൂ കണ്ടീഷൻ ഓഫ് എവറി ഹാർട്ട്. അത് മാത്രമല്ല, അതനുസരിച്ച് ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. എന്ത് നല്ല പ്രിവിലേജാണ് നമുക്കുള്ളത് അല്ലേ, ദൈവമക്കളായ നമുക്ക്. സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെയും കർത്താവ് അറിയുന്നു. നമുക്ക് ഇപ്പം മനുഷ്യമായിട്ട് നോക്കിയാൽ ഒരു രോഗം വന്നാൽ സ്തോത്രം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ MRI ചെയ്യും, എക്സ്റേ എടുക്കും, എന്തെങ്കിലും കാര്യത്തിന്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യും. അത് ചെയ്താൽ മാത്രമേ അവർക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ബ്ലഡ് വർക്ക് ചെയ്യും. സ്തോത്രം. അത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്ന അനുസരിച്ചായിരിക്കും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സ്തോത്രം. പക്ഷേ ഹൃദയത്തിൻ്റെ കാര്യങ്ങളെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെഷീനും ഇല്ല. സ്തോത്രം. ഇപ്പോൾ നമ്മളിവിടെ എത്ര പേര് ഇരിക്കുന്നു ഹല്ലേലൂയ, പല ഭവനങ്ങളിലായിരിക്കുന്നു അല്ലേ. നമ്മുടെ മക്കളുണ്ട്, പിതാക്കന്മാർ മാതാക്കളുണ്ട്, സഹോദരന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പല കാര്യങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കും. പലതിനെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിലൊക്കെ ആവും. നമുക്ക് ചിലപ്പോൾ നമ്മളെ അടുത്തിരിക്കുന്നവർക്കോ നമ്മുടെ ചർച്ചിലുള്ളവർക്കോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ നമ്മുടെ ഫ്രണ്ട്സിനോ അറിയണമെന്നില്ല. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻറ്റൻഷൻസും നമ്മുടെ തോട്ട്സും നമ്മുടെ ഇന്നർ മോട്ടീവ്സും എല്ലാം
കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സ്തോത്രം കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ സിറ്റുവേഷൻ എന്തോ ആവട്ടെ സ്തോത്രം, അതിലിറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം, സോവറൻ ഗോഡ്, ഹല്ലേലൂയ, ഒമ്നി പൊട്ടന്റ് ഗോഡ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. തിരുവചനത്തിൽ ചില വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം കുറിച്ചാണ്. അതിൻ്റെ ജെനസിസ് ചാപ്റ്റർ 34 വേഴ്സ് 30 അതിൻ്റെ ആ ലാസ്റ്റ് വേഴ്സ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ജേക്കബ് പറഞ്ഞ കാര്യമാണ്. Then Jacob said to Shimeon and Levi, "We are few in number, and if they join forces against me and attack me, I and my household will be destroyed." അപ്പോൾ യാക്കോബ് ഷിമയോനും ലേവിയോടും, ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭയത്തിൽ, ഡിസ്ട്രസ്സിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. സ്തോത്രം. ഇതിൻ്റെ തൻ്റെ മക്കളായ ലേവിയോടും സ്തോത്രം ഷിമയോനോടും പറഞ്ഞ ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. "We are few in number, and if they join forces against me and attack me, I and my household will be destroyed." സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പറയാനുള്ള കാര്യം സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ലാബാൻ്റെ അവിടെ നിന്ന് യാക്കോബ് തിരിച്ചു വരികയാണ്. ഷേക്കേമിലെത്തി. സ്തോത്രം. അവിടെ ഉണ്ടായ കാര്യം നമുക്കറിയാം. ദീനയുടെ ജീവിതത്തിൽ വന്ന പരാജയവും സ്തോത്രം. അതിനുശേഷം ഷിമിയോനും ലേവി ഒരു ട്രിക്ക് പ്രയോഗിക്കുവാനിടയായി. സ്തോത്രം. അവിടെ ഉള്ളവരെ കൊല്ലുവാനും സ്തോത്രം ഇത് യാക്കോബ് അറിയുവാനിടയായി. സ്തോത്രം. അപ്പോഴാ തനിക്കൊരു വലിയ ഭയം ഉണ്ടായി. സ്തോത്രം. ഭയം ഇങ്ങനെയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. "We are in few numbers." ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ഹല്ലേലൂയ. കുറച്ച് പേരേ ഉള്ളൂ. അവർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും എന്നുള്ള ഒരു ഭയം തൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഹല്ലേലൂയ. ജേക്കബ് ഈസ് ആൻഷ്യസ് അബൌട്ട് റിട്ടാലിയേഷൻ ഫ്രം നിയർ ബൈ നേഷൻസ്. അവിടെ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടുത്തുള്ള രാജ്യങ്ങൾ, കനാനിയരുണ്ട്, പെരീസ്യരുണ്ട്. കനാനൈറ്റ്സ് ആൻഡ് പെരീസ്യർസ് ആർ ദെയർ. സോ അവർ വന്ന് ആക്രമിക്കാം. ആ ഭയമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹി ഫോക്കസസ് ഓൺ ഹിസ് വീക്ക്നെസ്. "We are few in number." സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവർ തിരിച്ചു വന്ന് ആക്രമിച്ചാൽ തങ്ങൾക്ക് തിരിച്ച് ആക്രമിക്കാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നുള്ളൊരു ഭയം തൻ്റെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഹെൽത്ത് ആയാലും സ്തോത്ര ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചോ മറ്റെല്ലാം ഓർത്തിട്ട് നമ്മളും ഇതുപോലെ ചിന്തിക്കും ചില സമയങ്ങളിൽ. ഹല്ലേലൂയ. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിത്തീരും? ഹല്ലേലൂയ. അടുത്ത് എന്താകും? സ്തോത്രം. ഇത് എങ്ങനെ ഞാൻ തരണം ചെയ്യും? ഇതെങ്ങനെ ഫിക്സ് ചെയ്യും ഈ പ്രോബ്ലത്തെയൊക്കെ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നാം ചിന്തിക്കുന്ന സമയം സ്തോത്രം. ഹല്ലേലൂയ. അത് കാണുന്ന ഒരു ദൈവം നമുക്കായി സ്വർഗത്തിലുണ്ട്. നാം ദൈവമക്കളാണ്. നമ്മുടെ പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. മാനുഷ്യമായിട്ട് നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു രോഗം വരുമ്പോഴൊക്കെ നമുക്ക് അതനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വർഗത്തിലെ പിതാവും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഹൃദയം അറിഞ്ഞ്, നമ്മുടെ വേദന അറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ ഇതിൻ്റെ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം അവിടെ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം യാക്കോബിനോട് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ട ദൈവം ഈ 35-ാമത്തെ അധ്യായത്തിൽ 34-ന്റെ അവസാനമാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അതിനെ കർത്താവ് കടന്നു വന്ന് പറഞ്ഞു. സ്തോത്രം. യാക്കോബിനോട് പറഞ്ഞു, "നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക." God said to Jacob, "Arise, go up to Bethel and dwell there." സ്തോത്രം. ദൈവം പറഞ്ഞ വാക്ക. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനൊരു കാര്യമുണ്ട്. പണ്ട് ഹല്ലേലൂയ അവൻ്റെ ബ്രദറിനെ പേടിച്ച് ഓടുന്ന സമയത്ത് ബഥേലിൽ വെച്ചൊരു വലിയ തീരുമാനമൊക്കെ എടുക്കുവാനിടയായി. ഇവിടെ ഞാൻ ഒരു ഹല്ലേലൂയ ദൈവത്തിന് ഒരു ഹല്ലേലൂയ സ്തോത്രം ആലയം പണിയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വരുന്ന വഴിക്ക് പക്ഷെ ചിലപ്പോൾ അത് മറന്നു വയ്ക്കേണ്ടാവും. അത് ദൈവം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനിടയായി. സ്തോത്രം. അത് മാത്രമല്ല, അവിടെ പോയി മേക്ക് എൻ ആൾട്ടർ ദെയർ ടു ഗോഡ്. ആമേൻ. സ്തോത്രം. അവിടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി
ഒരു ഹല്ലേലൂയ സ്തോത്രം യാഗപീഠം പണിയാനായി പറയാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് അത് അനുസരിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനിടയായി. സ്തോത്രം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്തോത്രം. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി. സ്തോത്രം. അതിൻ്റെ 35-ന്റെ 5-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ഇങ്ങനെ കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ജെനസിസ് ചാപ്റ്റർ 35:5 ഇങ്ങനെ കാണുന്നു. Then they set out and the terror of God fell on the towns all around them so that no one pursued them. സ്തോത്രം. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. സ്തോത്രം. യാക്കോബ് ചിന്തിച്ചത് അത് ചിലപ്പോൾ വാസ്തവമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവർ പിന്തുടരാൻ സാധ്യതയുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ ദ ടെറർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭയം ഹല്ലേലൂയ അവരുടെ മേൽ വീഴുവാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ഗോഡ്സ് പ്രൊട്ടക്ഷൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഗോഡ് ഇൻ്റർവീൻസ് ബൈ പ്ലേസിംഗ് ഫിയർ ഓൺ സറൗണ്ടിങ് ടൗൺസ്, സറൗണ്ടിങ് നേഷൻസ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി ഹല്ലേലൂയ ഹൃദയത്തിലെ ആ ഭയം അറിഞ്ഞ് പ്രവർത്തിക്കുവാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മൾ ഭയപ്പെടുന്ന കാര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കുവാൻ, അതിനെ സോൾവ് ചെയ്യുവാൻ ഹല്ലേലൂയ, അതിൽ തരണം ചെയ്ത് ആമേൻ മുന്നോട്ട് പോകുവാനൊക്കെ ദൈവത്തിന് സഹായിക്കുവാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ദൈവം ഇത്രയേ ഉള്ളൂ, ഒരു ഭയം അവരുടെ മേലിട്ടു. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്ന് യുദ്ധമോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒന്നും ദൂതന്മാരെ അയക്കുകയോ ഒന്നും ചെയ്തില്ല. ആ ശത്രുക്കളുടെ മേൽ, ആ എനിമീസിന്റെ മേൽ ഒരു ടെറർ ഇടുവാനിടയായി. ദൈവത്തിന്റെ ടെറർ അതിട്ടപ്പോൾ സ്തോത്രം അവര് ഹല്ലേലൂയ ഭയപ്പെട്ട് ഇവരെ പിന്തുടരുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. വാട്ട് ജേക്കബ് ഫിയർഡ് ഡസ് നോട്ട് ഹാപ്പൻ ബിക്കോസ് God protected them. God's protection was upon them. Hallelujah. സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഏത് അവസ്ഥയിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ മറ്റൊരു കാര്യം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ, യെശയ്യാവിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ് കാര്യമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. God fights for his people. ഹല്ലേലൂയ. ഐസയ്യ ചാപ്റ്റർ 7:2 നമുക്ക് ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. സ്തോത്രം ഹല്ലേലൂയ. Now the house of David was told, Aram has allied itself with Ephraim. So the hearts of Ahaz and his people were shaken as the trees of the forest are shaken by the wind. സ്തോത്രം ഹല്ലേലൂയ. ഒരു കാര്യം അറിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവർ ഭയപ്പെട്ടത് എങ്ങനെയെന്ന്, അവരുടെ ഹൃദയം എങ്ങനെ ഭയപ്പെട്ടു എന്ന് അവിടെ കാണുന്നു. സ്തോത്രം. അവരത് കമ്പയർ ചെയ്തിരിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ ആമേൻ കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയി. നമുക്കറിയാം, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ചില സമയം കാറ്റൊക്കെ വരുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഉലയുകയും അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കുവാനിടയാവും. അതുപോലെ ഈ നമ്മുടെ ഈ ന്യൂസിലൊക്കെ കാണുന്നത് ഈ പല സ്ഥലങ്ങളിലും കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉലയുന്നതൊക്കെ നമുക്ക് കാണുവാനിടയാവും. സ്തോത്രം. അതുപോലെ ഇവിടെ ഒന്ന് അവർ കമ്പയർ ചെയ്യുക ഇവരുടെ ഹൃദയത്തെ. സ്തോത്രം ഹല്ലേലൂയ. ഇതുപോലെ ഉലഞ്ഞുപോയി. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. As the trees of the forest are shaken by the wind. ഹല്ലേലൂയ. അതുപോലെയാ അവരുടെ ഹൃദയത്തെ അവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആഹാസ് is threatened by powerful enemies and feels overwhelmed because of that issue. ഹല്ലേലൂയ. ആ കാര്യം കൊണ്ട് അവരുടെ ഹൃദയം ഭയപ്പെടുവാനിടയായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഈ അവസരത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം അവരെ സഹായിച്ചായിട്ട് നമുക്ക് കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ അവർ വേറൊരു കാര്യം കൂടെ അവരുടെ ഇതിലുണ്ടായി. എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അവിടെ ഹല്ലേലൂയ അരാമ്യ രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ പേഖവും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു. അതാ ഇവരെ ഭയപ്പെടുത്തിയ കാര്യം. സ്തോത്രം. എന്താണ് ഇവരുടെ ഭയപ്പെടുന്നത് വെച്ചാൽ ആ 2 രാജ്യങ്ങൾ, അതായത് അരാമും ഇസ്രായേലും ഹല്ലേലൂയ ഒരുമിച്ച് യഹൂദയ്ക്കെതിരെ യുദ്ധം ചെയ്യാനിടയായി. സ്തോത്രം. അതിൻ്റെ അടുത്തൊരു വാക്യം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവരിങ്ങനെയാണ് പറഞ്ഞത്, നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിൽ ഇടിച്ചു കളഞ്ഞു,
ഹല്ലേലൂയ അവിടെ മറ്റൊരാളെ രാജാവായി വാഴിക്കണമെന്ന് പറയാനിടയായി. സ്തോത്രം. ലെറ്റ് us invade Judah, let us tear it apart and divide it among ourselves and make the son of Tabil king over. സ്തോത്രം. അവിടെ മറ്റൊരാളെ, രണ്ട് കാര്യം, അവര് രണ്ട് രാജ്യങ്ങൾ, ഹല്ലേലൂയ, അവരുടെ ടു നേഷൻസ് അവർക്കെതിരെ കടന്നു വരാൻ, അതുപോലെ തന്നെ ഹല്ലേലൂയ അവരുടെ പദ്ധതി എന്ന് വെച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഒരു പുതിയ ഒരു രാജാവിനെ ആക്കുകയും വേണം, ഇവരെ മതിലിടിച്ചു കളയണം, അവരുടെ പ്രൊട്ടക്ഷനെ നശിപ്പിക്കണം, ഇങ്ങനെ പല പദ്ധതികളുമായിട്ട്. ഇത് കേട്ടപ്പോഴായിരുന്നു, സ്തോത്രം, അവർ ഭയപ്പെടുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവം അവിടെ ഇടപെടുവാനിടയായി. സ്തോത്രം. സർവശക്തനായ ദൈവം. നമുക്കറിയാം ഈ യഹൂദ, ജൂഡ, അവര് ദാവീദിന്റെ, ഹല്ലേലൂയ, ഡേവിഡിന്റെ ആ ജനറേഷനിൽ വരുന്ന ഇതാണ്. സ്തോത്രം, ഹല്ലേലൂയ, അതിൽ വരുന്ന രാജാവായിരുന്നു ഈ ആഹാസ്. അതിനെ മാറ്റിയിട്ട് ദൈവിക പദ്ധതി, ദൈവത്തിന്റെ ആ കരുണ അവരോട് മാറ്റിയിട്ട് മറ്റൊരാളെ ആക്കുവാനായിരുന്നു ഇവരുടെ പദ്ധതി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അവിടെ ഇടപെട്ടു. സ്തോത്രം. ദൈവം പ്രവാചകനോട് പറഞ്ഞു, സ്തോത്രം, നീ ചെല്ലുക. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, then Lord said to Isaiah, go out you and your son Shear Jashub. ഹല്ലേലൂയ. നീയും നിന്റെ മകനും, ഹല്ലേലൂയ, പോയി, സ്തോത്രം, ആഹാസിനെ എതിരേൽക്കുവാൻ ആയിട്ട് പറയാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. go out you and your son Shear Jashub to meet Ahaz. ഹല്ലേലൂയ. സ്തോത്രം. ആഹാസിനെ എതിരേൽപ്പാനായിട്ട് ചെല്ലുവാനിടയായി. സ്തോത്രം. ദൈവം അവരോട് സംസാരിക്കാനിടയായി. അത് മാത്രമല്ല, ദൈവം അവരോട് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, വേഴ്സ് 4, ഹല്ലേലൂയ, ബി കെയർഫുൾ, കീപ് കാം ആൻഡ് ഡു നോട്ട് ബി അഫ്രൈഡ്. സ്തോത്രം, ഹല്ലേലൂയ. പല അവസരങ്ങളിൽ, ഹല്ലേലൂയ, നിങ്ങൾ, ഹല്ലേലൂയ, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. പല അവസരങ്ങൾ തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവരൊക്കെ ഭയപ്പെട്ട സമയങ്ങളിൽ, ഹല്ലേലൂയ, ദൈവം പറയുന്നത്, സ്തോത്രം, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെയും പറയുന്നു, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ലൂസ് ഹാർട്ട്. ഹല്ലേലൂയ. ദൈവം അവരെ ബലപ്പെടുത്തുക, ദൈവം അവരെ ശക്തീകരിക്കുക ഈ വലിയ പ്രശ്നത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം അവരെ, ഹല്ലേലൂയ, ഈ എനിമിയെ, ഹല്ലേലൂയ, താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, 4-ാമത്തെ വാക്യത്തിൽ, ഈ 2 മുറിക്കൊള്ളി നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഡു നോട്ട് ലൂസ് ഹാർട്ട് ബിക്കോസ് ഓഫ് these 2 smoldering stubs of firewood. ഹല്ലേലൂയ. ദൈവം എനിമിയെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ മുറിക്കൊള്ളി എന്ന് വെച്ചാൽ ഇങ്ങനെ പുകഞ്ഞു തീരാറായ, അവർക്ക് ശക്തി, അവരുടെ പവർ, ഹല്ലേലൂയ, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു, ഹല്ലേലൂയ, സ്തോത്രം, ഇതായിട്ടാണ് ആ എനിമിയെ ദൈവം താരതമ്യപ്പെടുത്തത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശത്രുവിനെ കാണുന്ന രീതിയിലല്ല ദൈവം കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം, സ്തോത്രം, ഇത്, ഹല്ലേലൂയ, എത്രത്തോളം ഇത് പോകും. ഹല്ലേലൂയ. ശത്രുവിന് എത്ര ശക്തിയുണ്ട്. ഹല്ലേലൂയ. കാരണം ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഏത് അവസരത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. സ്തോത്രം. അത് മാത്രമല്ല, അവർ പറഞ്ഞു, ഞങ്ങൾ വേറൊരാളെ രാജാവാക്കുമെന്ന് പറഞ്ഞതിന് ദൈവം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 7-ാമത്തെ വാക്യം, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയുമില്ല. സ്തോത്രം. ദിസ് ഈസ് വാട്ട് ദ സോവറൻ ലോർഡ് സേസ്, ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. സ്തോത്രം, ഹല്ലേലൂയ. അവർ പറഞ്ഞ പോലെ നടന്നില്ല. സ്തോത്രം. ദൈവം അവിടെ ഇടപെടുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, അവിടെ, ഹല്ലേലൂയ, അവർ ശത്രുക്കൾ, ആമേൻ, അവർക്ക് അവരെ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, ബട്ട് ദേ കുഡ് നോട്ട് ഓവർ പവർ ഇറ്റ്. അവരെ, ഹല്ലേലൂയ, പിടിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ദൈവം അവിടെ കൂടെ ഇരിക്കുവാനിടയായി. കാരണം എന്താ? അവരുടെ ഹൃദയം ഭയപ്പെട്ടു, ഹല്ലേലൂയ, തകർന്നു പോയി. ദൈവം ഇറങ്ങി വന്ന് തൻ്റെ മക്കളെ രക്ഷിക്കുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, അടുത്ത ഹിസ്കിയാവൊക്കെ അവിടെ അടുത്ത രാജാവായി. സ്തോത്രം. പിന്നെ അവർ മുന്നോട്ട് പോകാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും, ഹല്ലേലൂയ, ഇതുപോലെ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ പോരുകളായാലും മറ്റു പ്രശ്നങ്ങളായാലും എന്ത് തന്നെ ആഞ്ഞടിച്ചാലും, സ്തോത്രം, നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ആ അവസരത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുവാനിടയാവും. സ്തോത്രം. അവസാനമായിട്ട്, ഹല്ലേലൂയ, ആമേൻ, 2 കാര്യം കൂടെ ചിന്തിച്ചിട്ട്, ഹല്ലേലൂയ, ദിവസങ്ങളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 15:32, മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 32. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവിൻ്റെ കൂടെ വസിച്ച വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് അറിയുവാനിടയായി. സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് called his disciples to him and said, I have compassion for these people. They have already been with me 3 days and have nothing to eat. I do not want to send them away hungry,
or they may collapse on the way. ഹല്ലേലൂയ. അവർക്ക് എന്ത് സംഭവിക്കും ഇനി? ഹല്ലേലൂയ. ഇങ്ങനെ വിട്ടാൽ അടുത്ത് എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് എന്താണ് ഹല്ലേലൂയ സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ ഹല്ലേലൂയ ഈ ഡിസൈപ്പിൾസ് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്കത് മനസ്സിലായില്ല. പക്ഷെ ദൈവം കർത്താവിന് അത് മനസ്സിലാകാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കമ്പാഷൻ ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഹൃദയം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ഹൃദയം അവിടെ കാണാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹി ഡീപ്ലി കേഴ്സ് അബൌട്ട് ബോത്ത് ഫിസിക്കൽ ആൻഡ് എമോഷണൽ നീഡ്സ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ഹല്ലേലൂയ ശാരീരികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായ നമ്മുടെ എല്ലാ അവസ്ഥകളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ജീസസ് അണ്ടർസ്റ്റാൻഡ്സ് ഹങ്കർ, ഫാറ്റീഗ് ആൻഡ് ഫിയർ. ഹല്ലേലൂയ. നമ്മുടെ ഭയം, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം മറ്റേ ആവശ്യങ്ങൾ, വിഷയങ്ങൾ എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. I mean, he does not ignore suffering but responds to it. ഹല്ലേലൂയ. ആ കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യർക്ക് പരിമിതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു പരിമിതിയുമില്ല. ഏത് അവസ്ഥയിലും ഏത് രീതിയിലും എങ്ങനെയും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ഈ ദിവസങ്ങളിൽ നെക്കോക്കിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ കുടുംബങ്ങൾക്ക് ഒരു ആവശ്യങ്ങളുണ്ട്. അതിലെല്ലാം ഹല്ലേലൂയ കഴിയുന്ന ദൈവം. നമ്മൾ എത്ര ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സകലതും കഴിയും. ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ അങ്ങനെ വിട്ടയക്കുവാൻ ദൈവത്തിന് മനസ്സില്ല. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം. സ്തോത്രം. നമ്മളെ സഹായിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഹല്ലേലൂയ തളർന്നു പോകുന്ന അവസ്ഥയിലും കർത്താവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19 ഹല്ലേലൂയ. ജോൺ ചാപ്റ്റർ 20:19 ഇങ്ങനെ വായിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. On the evening of the first day of the week, when the disciples were together with the doors locked for fear of the Jewish leaders, Jesus came and stood among them and said, പീസ് ബി വിത്ത് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്ന് അവിടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് സ്തോത്രം അവരോട് പറഞ്ഞ വാക്കാ, നിങ്ങൾക്ക് സമാധാനമില്ലാതെ ഭയന്ന് വിഷയങ്ങളെ ഓർത്ത് അവരിരുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് എൻറ്റേഴ്സ് എ ഫിയർഫുൾ സിറ്റുവേഷൻ ആൻഡ് ബ്രിങ്സ് പീസ്. ഹല്ലേലൂയ. നോട്ട് ജഡ്ജ്മെന്റ്. അവിടെ ഹല്ലേലൂയ പീസാണ് അവർക്കായി കൊണ്ടുവന്നത്. സ്തോത്രം. അവിടെ ഡോറെല്ലാം ലോക്ക് ചെയ്തിരുന്നെങ്കിലും ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ കർത്താവിന് ഒരു പരിമിതി ഇല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലോക്ക് ഡോർ cannot stop Jesus from reaching his disciples. ആ ഡിസൈപ്പിൾ ശിഷ്യന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവിന് എവിടെയും എങ്ങനെയും പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. he addresses both physical hunger, hallelujah, that is for the crowd, hallelujah, and the emotional fear, hallelujah, for his disciples, his people, hallelujah. അവിടെ പ്രവർത്തിക്കാനിടയിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ സ്തോത്രം നമ്മുടെ ഹൃദയങ്ങളെ അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ ഭവനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ വിഷയങ്ങൾ എവിടെയായാലും അവിടെയും പ്രവർത്തിക്കുവാൻ ദൈവം ഹല്ലേലൂയ സർവശക്തനാണ്. നമുക്ക് വിശ്വസിച്ച് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. റുബേനെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് കേൾക്കാൻ നമുക്ക് ദൈവകൃപയായ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ഉള്ളതിനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവരെ കുടുംബമായിട്ട് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അവരുടെ ജോലിയിലൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെയും ഈ ദിവസങ്ങളിൽ മറുപടി കാണുവാനായിട്ട് നമുക്ക് ദൈവത്തോട് സ്തുതിക്കാം. അവരെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ജോയിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റ് അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശനിയാഴ്ച വയ്യ സമയത്ത് അടിയങ്ങൾക്ക് അങ്ങനെയായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവിടയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഞങ്ങൾ ഒരുമിച്ചായിരുന്ന സമയത്ത് ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ കർത്താവേ. ഞങ്ങളെ കൃപയില് ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കാൻ കൃപ ചെയ്തല്ലോ കർത്താവേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഇടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ പിന്നെയും ഓരോരുത്തരെയായി കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ആ സന്ധ്യാസമയത്ത് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനായി ബലപ്പെടുത്തിയുള്ള കർത്താവേ, നീ ഞങ്ങളെ മുറ്റുമായി അറിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ കൂടെ ദൂരവേ ഗ്രഹിക്കുന്ന കർത്താവേ, ആ ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ കരുതുന്നു, എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് തന്റെ മകനിലൂടെ കേൾപ്പാൻ ഇടയാക്കില്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൂരവേ അറിയുന്ന ദൈവമേ, അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. തന്റെ മകനെ കുടുംബമായി ദൈവം ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി മുൻപന്തിയിൽ നിൽപ്പാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് മക്കളെ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവെ, കരുതി താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ്, ഞങ്ങളുടെ ദാസനും റോയും കർത്താവ് ഹൂസിലേക്ക് കടന്നു പോയിരിക്കുന്നു. ദൈവത്തിന്റെ മഹാസാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. എന്ത് ഉദ്ദേശത്തോടെ പോയോ അതൊക്കെ നിറവേറ്റി അവർ സമാധാനത്തോടെ മടങ്ങി വരുവോളം കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവെ. ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവെ. ഞങ്ങളെ ആയുധങ്ങളാക്കി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ കാരണമാക്കി തീർക്കണമേ കർത്താവെ. അടിയങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കണമേ. ഒരുപറ്റം ജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവ്. അങ്ങനെ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏതൊക്കെ ആവശ്യത്തോടുകൂടി ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അടിയങ്ങളുടെ നെടുവീർപ്പിന്മേൽ എഴുന്നേൽക്കുന്ന ദൈവമേ, നീ ആകാശം ചായച്ച് ഞങ്ങൾക്കായി ഇറങ്ങി വന്ന് ഞങ്ങളെ നടത്തി പരിപാലിച്ച് രക്ഷിച്ചുകൊള്ളുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് അവിടുത്തെ ആടിപ്പരുകളാൽ വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലത്തെ സൺഡേ സ്കൂൾ സഭായോഗത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അതൊക്കെ എന്റെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ നാമം ഞങ്ങളിൽ മഹത്വം എടുപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേക നാക്കോക്കിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അതിനെ അനുഗ്രഹിക്കണമേ. നന്ദിയോടെ സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകാലിൽ വചനശുശ്രൂഷ ദൈവദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. എത്രത്തോളം ജയം തന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.